ശ്യാംരാജ്, ഓപ്പറേഷൻ സിന്ദൂറിനെ നരേന്ദ്രമോദി പബ്ലിസിറ്റി സ്റ്റണ്ടാക്കുന്നു എന്നുള്ളതാണ് അടുത്ത ആക്ഷേപം. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന അവകാശവാദവുമായാണ് BJP ബീഹാർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രി സൈനിക വേഷത്തിൽ നിൽക്കുന്ന പോസ്റ്ററുകൾ രാജ്യത്തുടനീളം സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ആണ് ഓപ്പറേഷൻ സിന്ദൂർ അത് നടപ്പിലാക്കിയത് എന്ന് ദ്യോതിപ്പിക്കുന്ന വിധം അങ്ങനെ ഒരു നറേറ്റീവ് കൂടി പ്രചരിപ്പിക്കുന്നുണ്ട്. ശ്രീ അനിൽ നമ്പ്യാർ, ഇത് ഇപ്പോ തുടങ്ങിയതല്ല. പുൽവാമ അറ്റാക്കിന് നമ്മൾ തിരിച്ചടി കൊടുത്ത സമയത്തും അതോടൊപ്പം തന്നെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഇത്തരം ചില സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്നു. നോക്കൂ, ഞാൻ അതിലോട്ട് വരാം. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇവിടെ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത് നിഷ്കളങ്കമായി കാര്യങ്ങൾ അറിയാതെ എഴുതിയതല്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ എന്താണ് പഹൽഗാമിൽ സംഭവിച്ചതെന്നും എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം എങ്ങനെയാണ് ഈ ഒരു തിരിച്ചടിയിൽ പാകിസ്ഥാൻ തകർന്നടിഞ്ഞതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്തത് പോലെ ആരെയോ തെറ്റിദ്ധരിപ്പിക്കാനോ ആരെയോ തൃപ്തിപ്പെടുത്തുവാനോ വേണ്ടിയുള്ള നുണകൾ പടച്ചു വിട്ടിട്ടുള്ള ഒരു ലേഖനം തന്നെയാണിത്. നോക്കൂ, ഇവരുടെ ഈ ഒരു മൈൻഡ് സെറ്റുള്ള കുറച്ച്, അത് അധികം ആളുകൾ ആവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, കുറച്ച് ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ ചില ആളുകളെയൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് സോഷ്യൽ മീഡിയ കമന്റുകളൊക്കെ ഇട്ട സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ സേനയ്ക്കെതിരെ പോലും കമന്റ് ചെയ്ത ചില ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ഈ വാർത്തകൾ വരുന്ന സമയത്ത്, ഇപ്പൊ മെയിൻ സ്ട്രീം, നിങ്ങൾ ജനമടക്കമുള്ള മറ്റ് മാധ്യമങ്ങളുടെയൊക്കെ വാർത്ത വരുന്ന സമയത്ത് അതിന്റെ കീഴിൽ കമന്റായി പോലും ഇപ്പോൾ ഈ വന്ന ആർട്ടിക്കിള് തത്തുല്യമായിട്ടുള്ള രീതിയിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ പലയിടത്തും കാണുകയുണ്ടായി. അപ്പൊ ഇത് നിഷ്കളങ്കമല്ല, ഇത് മനഃപൂർവ്വം തന്നെ എഴുതുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഒരു രസകരമായിട്ടുള്ള ഒരു വിരോധാഭാസം കൂടിയുണ്ട്. നോക്കൂ, ഈ ഇസ്രായേലും അതോടൊപ്പം തന്നെ പാലസ്തീനും തമ്മിലുള്ള ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേലിലേക്ക് പാലസ്തീന്റെ തീവ്രവാദികൾ, ഹമാസ് തീവ്രവാദികള് കടന്നു ചെന്ന് 1500ഓളം വരുന്ന സാധാരണക്കാരെ കൊല്ലുകയും 200ഓളം വരുന്ന സാധാരണക്കാരെ ബന്ദികളാക്കുകയും ചെയ്ത സമയത്ത് ആർത്തട്ടഹസിച്ച ചില ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് ഇസ്രായേൽ അടി കൊടുത്തപ്പോൾ അയ്യോ യുദ്ധം, ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയാണ് എന്ന് പറഞ്ഞ് വിരമിക്കുകയും ചെയ്തിരുന്നു. അതായത് ഒരു വശത്ത്, അത് പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മറുവശത്ത് തിരിച്ചടി കിട്ടുമ്പോൾ ഇസ്രായേലിന്റെ യുദ്ധക്കൊതിയായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേ പാറ്റേൺ തന്നെയാണോ ഇവിടെയും ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു പോയിന്റ്, അത് ഏതർത്ഥത്തിലാണ് ഇവർ എഴുതിയിരിക്കുന്നത് എന്ന് പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് കൂടിയുണ്ട്. പാകിസ്ഥാന്റെ ആയുധ ശേഖരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലായി എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്. ആ പോയിന്റിന്റെ ഫലമായിട്ടുള്ള സംശയം, പാകിസ്ഥാന്റെ ആയുധ ശേഖരം എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണോ എന്ന് പോലും ഈ ഒരു ആർട്ടിക്കിൾ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നിപ്പോകും. ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള 2-3 പെരും നുണകളെ കുറിച്ചിട്ട് മാത്രം നമ്മൾ പല ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് സോഷ്യൽ മീഡിയകളിലും മെയിൻ സ്ട്രീം മീഡിയകളിലുമൊക്കെ പല ദിവസങ്ങളിൽ ചർച്ച ചെയ്ത ചില പോയിന്റുകളുണ്ട്. ഒന്ന്, ഈ ഒരു തിരിച്ചടിയിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില രാജ്യങ്ങളുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മറ്റ് പല പ്രതിപക്ഷ കക്ഷികളും ആരോപിക്കുകയുണ്ടായി. അത് അങ്ങനെയല്ല എന്നും അമേരിക്ക ഉൾപ്പെടെ ഒരു രാജ്യത്തിന്റെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും ഇന്ത്യൻ സൈന്യം DGMOമാരുടെ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഇന്ത്യൻ സൈന്യം കൃത്യമായിട്ട് വ്യക്തമാക്കി. അതിനുശേഷം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായിട്ട് വ്യക്തമാക്കി, വിദേശകാര്യ സെക്രട്ടറി കൃത്യമായിട്ട് വ്യക്തമാക്കി. അതിനൊക്കെ അപ്പുറത്തേക്ക് വിദേശകാര്യ മന്ത്രി S ജയശങ്കർ വ്യക്തമാക്കി. ഈ വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വരെ നേരിട്ട് പറഞ്ഞു. അതിനപ്പുറം വിദേശ രാജ്യങ്ങളിലെ ട്രംപ് അടക്കമുള്ള പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞു ഞങ്ങൾ നേരിട്ടിട്ടില്ലെന്ന്. പക്ഷെ എന്നിട്ടും ഇവിടെ ഈ ഒരു ആർട്ടിക്കിളിൽ ആരോപിക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇടപെടലുണ്ടെന്നാണ്. അപ്പോ
ഒരു തിരിച്ചടിയിൽ നമ്മളുടെ രാജ്യത്തേക്ക് ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നു, പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മൾ നിലംപരിശാക്കുന്നു. അതിന് അധികം പഠനത്തിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. മുഴുവൻ മാധ്യമങ്ങളും വായിക്കുന്ന ആളുകളല്ല നമ്മൾ. ഈ ഒരു ഇന്റർനെറ്റിന്റെ വിപ്ലവ കാലഘട്ടത്തിൽ വിവരങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാത്തൊന്നുമല്ലല്ലോ. അവിടെ നൂർഖാൻ എയർബേസ് തച്ച് തകർത്ത സമയത്ത് അവരുടെ സൈനിക മേധാവി ബങ്കറിൽ ഒളിച്ചിരുന്നു എന്ന്. ഇത് രാജ്യം മൊത്തം ലോകം മൊത്തം ചർച്ച ചെയ്ത കാര്യമല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇവർക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ വേണ്ടി സാധിക്കുക? അതോടൊപ്പം തന്നെ ചൈനയുടെ എയർ ഡിഫൻസിനെ എന്തോ മഹത്വവൽക്കരിച്ച് എഴുതിയിട്ടുണ്ട്. സത്യം എന്താണ്? ചൈനയുടെ എയർ ഡിഫൻസിനെ നമ്മൾ ഒന്നാം ദിവസം തീവ്രവാദികളുടെ 9 കേന്ദ്രങ്ങൾ നാമാവല്ലാതെ ഹൂറികളുടെ അടുത്തേക്ക് നമ്മൾ അയച്ച ശേഷം അതിനുശേഷം ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം പാകിസ്ഥാൻ ചെയ്തപ്പോൾ ആദ്യം തകർത്തത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ആര് കൊടുത്തത്? എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ തച്ചു തകർക്കുകയും കമ്പോളത്തില് അവരുടെ ഷെയർ ഇടിയുക വരെ ചെയ്തിരുന്നു. അവരുടെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളുടെ ഷെയർ ഇടിയുക വരെ ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെ മുഴുവൻ കണ്ടതാണെന്നേ. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ലോകത്തിന് മുഴുവൻ സ്വീകാര്യം കിട്ടിയെന്ന് പറയാൻ വേണ്ടി സാധിക്കുക? സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മുടെ S-400 ഉപയോഗിച്ച് ഈ രാജ്യത്തേക്ക് വന്ന ഒരു മിസൈല് പോലും വല്ലതും വന്നു കണ്ടതിലും വീണിട്ടുണ്ടോ? അതിനപ്പുറത്തേക്ക് നമ്മുടെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഡൽഹിയിലേക്ക് അവർ മിസൈലുകൾ വിടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, ഡ്രോണുകൾ അയച്ചിരുന്നു. പക്ഷെ പാകിസ്ഥാന്റെ ഒരൊറ്റ ഡ്രോൺ പോലും ഈ നാട്ടില് അവരെ കുറിച്ചിട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. പാകിസ്ഥാനിലെ റഹീം യാർ ഖാൻ എന്ന് പറയുന്ന അവരുടെ എയർബേസ്, അവിടെ വലിയൊരു ഗർത്തമാണ് രൂപപ്പെട്ടത്. എന്തിന്? നമ്മൾ ബ്രഹ്മോസ് അയച്ചിട്ട്. അപ്പോ ഈ ആകാശ് മിസൈലുകളെ കുറിച്ചിട്ട് ബ്രഹ്മോസിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 17ഓളം വരുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഓർഡർ വരെ കിട്ടിയിരിക്കുകയാണ്. അപ്പോ ബ്രഹ്മോസ് മിസൈല്, ആകാശ് മിസൈല്, S-400 ഇതൊക്കെ ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്യുകയും പാകിസ്ഥാനെ തച്ചു തകർക്കുകയും അവസാനം പാകിസ്ഥാൻ വന്ന് നമ്മുടെ കാല് പിടിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ എല്ലാ ലോകം കണ്ട കാര്യമല്ല ഇത്. പാകിസ്ഥാൻ നിങ്ങൾ വെടിനിർത്തണമേ എന്ന് കാല് പിടിച്ച് പറഞ്ഞപ്പോ, നമ്മൾ വെടിനിർത്തിയപ്പോ അതിനെതിരെ ഒരു അക്ഷരം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അക്ഷരം എഴുതാൻ വേണ്ടി ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇവർ ചെയ്യില്ല. ഇവരാഗ്രഹിക്കുന്ന രണ്ട് കാരണമുണ്ട്. ഒന്ന് മതപരമായിട്ടുള്ള കാരണങ്ങൾ പറയുന്നുണ്ട് ശ്യാം. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഭാരതം മുൻകൈയെടുത്തത് ഈ സംഘർഷം അവസാനിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്.